ആരാ റബ്ബേ വാതിലിന് മുട്ടുന്നത്? എന്നാൽ ഈ മുച്ചന്തി മോന്തിക്ക് ഇപ്പം ആരായിരിക്കും വാതിലിന് മുട്ടുന്നത്? കുഞ്ഞിക്കഥ അതാ വാതിൽ തുറക്കുന്നു. ആരാപ്പത്? പോലീസോ? എന്ത് സാറേ ഇത്? കുഞ്ഞിക്കഥയുടെ വീടാണോ? ആ അതെ. എന്തേ? ആ, ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നാണ്. പരാതിയോ? ആരാ തന്നത്? പരാതി ആര് തന്നു തന്നില്ല എന്നുള്ളതല്ല, നിങ്ങളാണോ കുഞ്ഞിക്കഥ? ആ, അത് ഞാൻ. എന്താ നിങ്ങളല്ലേ? വേറെ ഉണ്ടോ? ഒന്ന് വിളിക്ക്. ഞാൻ. എന്നാൽ പെട്ടെന്ന് അതാ ഹസീന ഓടി വന്നു. എന്താ ഉമ്മ? ഉമ്മ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അങ്ങോട്ട് നോക്കടി, ഒരു കൂട്ടം പോലീസുകാർ. എന്താണ് ഇവിടെ? ഇവിടെ ആരും ഇവിടുന്ന് മോഷണം പോയിട്ടൊന്നുമില്ല. അതെ, നിങ്ങളാണോ കുഞ്ഞിക്കഥ? അല്ല, ഉമ്മയാണ് കുഞ്ഞിക്കഥ. പണ്ടാറിൻ്റെ പേര് പറഞ്ഞു ഞാൻ ഒളിക്കാൻ നിൽക്കുകയായിരുന്നു. വല്ലാത്തൊരു പുതുമ. ഓ, എന്നിട്ടാണോ കുഞ്ഞിക്കഥ നിങ്ങളാണ് ചോദിച്ചപ്പോൾ പേര് മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്? കുഞ്ഞിക്കഥയുടെ വീട്ടിൽ നിന്ന് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പല അപശബ്ദങ്ങളും ഉണ്ടായിട്ട് അയൽവാസികൾക്ക് ഇവിടെ സ്വസ്ഥമായി താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പരാതി കിട്ടിയിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഈ വീട് മാറണം, അതല്ല എങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റ് ഞങ്ങൾ തന്നിരിക്കും. സാധാരണത്തെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വല്ല പ്രവർത്തനങ്ങളും ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും. സാറേ, നിങ്ങൾ എന്തീ പറയണത്? അല്ല, നിങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയോ അപശബ്ദം ഉണ്ടാക്കുന്നുവെന്നോ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നെന്നോ എന്നൊക്കെയാണല്ലോ പറയണ കേട്ടത്. സാറ് ഞങ്ങളല്ല. ഇല്ലേ മോളെ ഹസീന? ഇല്ലല്ലോ. സാറേ, ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം. നിങ്ങൾക്ക് വീട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞിക്കഥ എന്നുള്ള ആളുകൾ ഇവിടെ വേറെയും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറെ വീട് അന്വേഷിച്ച് പോയിക്കോളാം. ഇത് തന്നെ ആണെന്നാണ്, വലിയ ബംഗ്ലാവ് പോലത്തെ വീടാണല്ലോ കേട്ടത്. അല്ല, ഇവിടെ എന്ത് നടക്കുന്നത്? ഞങ്ങൾക്കൊന്ന് ഉള്ളിൽ ചെക്ക് ചെയ്യണം. സാറേ, ഇവിടെ എന്ത് നടക്കാൻ? ഇവിടെ ഒന്നുമില്ല. എന്നാൽ അതാ സാറുമാർ അകത്തേക്ക് കയറി. അല്ല, നിങ്ങളെന്തെങ്കിലും തടുത്തു വെക്കുന്നത്? ഞങ്ങൾക്ക് ഇവിടെ ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. സാറേ, നിങ്ങൾക്ക് ആള് പേച്ചക്കണേ. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഞാനും എൻ്റെ മോളും തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. ഓഹോ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരാണോ ഇത്ര വലിയ അടി? എന്നിട്ട് നിങ്ങളെ കണ്ടിട്ട് തോന്നില്ലല്ലോ. എന്നാൽ ഹസീന പറഞ്ഞു, പൊന്നു സാറേ, അസൂയക്കാർ പലതും പറഞ്ഞുണ്ടാക്കും. ഞങ്ങൾക്ക് ഈ വീടും ഞങ്ങൾക്ക് ഈ വലിയ ബംഗ്ലാവ് പോലുള്ള വീടും സ്ഥലവും ഈ വലിയ വാഹനവും ഒക്കെ ഉണ്ടാകുമ്പോഴെല്ലാവർക്കും ഇവിടെ അസൂയയാണ്. അസൂയ കൊണ്ട് പലതും പറഞ്ഞുണ്ടാക്കണം സാറേ. അല്ലാതെ ഒരിക്കൽ പോലും ഇവിടെ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടായിട്ടില്ല. അതെ, ഇങ്ങോട്ട് കുറേ പറയണമെന്നില്ല. ഞങ്ങൾക്ക് വീടൊന്ന് ചെക്ക് ചെയ്യണം. എന്നാൽ പോലീസുകാർ അകത്തേക്ക് കയറി. കുഞ്ഞിക്കഥയെ പേടിച്ചു. റബ്ബേ, ആ പണ്ടാറ് സൗദ എങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുമോ? ഓള് പെരും ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടി കയ്യും കാലും കെട്ടി പൂട്ടിയിട്ടേക്കണ് അതിൻ്റെ ഉള്ളിൽ. അതെങ്ങാനും അറിയോ? എനിക്കറിയുന്നില്ല. ആകപ്പാടെ സമാധാനം ഇല്ലാതായിപ്പോയി. ഹസീന കായം കാണിച്ചു കൊടുത്തു. ഇടി, ആ റൂമൊക്കെ എങ്ങാനും കയറിപ്പോകും. മാറിച്ച് നിർത്ത് ഇങ്ങോട്ട്. എന്നാൽ പോലീസുകാർ അതാ എല്ലാ റൂമിലും കയറി നോക്കി. എന്നാൽ ഒരു റൂം മാത്രം അടഞ്ഞു കിടക്കുന്നുണ്ട്. ഇതെന്താ അടിച്ചിട്ടിരിക്കുന്നത്? അതൊന്നുമില്ല സാറേ, കുറച്ച് പഴയ സാധനം ഇട്ട് പൂട്ടിയതാണ്. പഴയ സാധനമോ? എന്താ സാറേ, നിങ്ങൾ ഇവിടെ ചെക്കപ്പിന് വന്നതാണോ? എന്നാൽ ഹസീന ചോദിച്ചു. അതെ, ഞങ്ങൾ പോലീസുകാരാണ്. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യും. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രമാത്രം അപശബ്ദമൊക്കെ വരുന്നത്? എന്താ ഈ റൂം എന്താ അടച്ചിട്ടിരിക്കുന്നത്? വാതില് എന്താ അത് ലോക്ക്? ഇതെന്താ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എവിടെ നിന്റെ കീ? സാറേ, അതിൻ്റെ കീയോ? അതിൻ്റെ കീ അതിപ്പോൾ എവിടെ? കീ കാണുന്നില്ലല്ലോ. കീ കാണുന്നില്ല സാറേ, ഒന്ന് നോക്കിക്കേ. എന്നാൽ അതാ അപ്പോൾ തന്നെ കുഞ്ഞിക്കഥയും ഹസീനയും എല്ലായിടത്തും. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ല. പിന്നെ ഇപ്പോൾ ഇത് എവിടെ? ഇവിടെ ഇല്ല സാറേ. അത് എവിടെ വെച്ചു എന്ന് വെച്ചിട്ടിരിക്കണേ? എന്ന് പോയതാ? ഞങ്ങൾക്കൊരു പിടുത്തമില്ല. എന്ന് പൂട്ടിട്ടാ അതും അറിയില്ല. ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഇല്ല, എന്നാലേ പണിയുണ്ട്. എന്താ സാറേ? ഞങ്ങളടുത്ത് അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ. അതിനല്ലേ
പോലീസുകാരും കള്ളന്മാരൊക്കെ കള്ളന്മാരെടുത്തുണ്ടാവും, പോലീസുകാരെടുത്തുണ്ടാവും. ഏത് റൂമും തുറക്കാനുള്ള ചാവിയും കാര്യങ്ങളും അതൊന്നും ഒരു വിഷയമേ അല്ല. അതൊക്കെ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞങ്ങൾ അങ്ങ് എടുത്തോളാം കേട്ടോ. നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടേണ്ട. പെട്ടെന്ന് അതാ പോലീസുകാരിൽ ഒരാൾ അതാ ജീപ്പിലേക്ക് പോയി ആ ചാവി എടുത്തു കൊണ്ടുവരുന്നു. അതെ, ഞങ്ങൾക്ക് ഒരുപാടൊന്നും വേണ്ട, ഈ ഒരു ചാവിയും ഇതൊരൊറ്റത് മതി, ഏതും തുറക്കാൻ കഴിയും. നോക്കട്ടെ. സാറേ വേണ്ട, അത് തുറക്കാൻ പറ്റൂല. അതെന്താ അങ്ങനെ? സാറേ വേണ്ടാത്ത നിൽക്കണ്ട, അത് തുറക്കണ്ട. എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ. എന്താ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിലും തുറക്ക് തന്നെ വേണം. അങ്ങനെ അതാ പോലീസും ആ ചാവി ഇട്ട് ആ റൂം തുറക്കുന്നു. എന്താ തുറക്കാൻ കിട്ടൂലെന്ന് ഞാൻ നോക്കട്ടെ. ഓഹോ, അപ്പോൾ തുറക്കാൻ കിട്ടായി ഒന്നുമില്ല. ശരിക്കും ആ ഒരു പോലീസുകാർ ഞെട്ടിപ്പോയി. അതെ, ആ റൂമിൻ്റെ കട്ടിലിന് താഴെയായിട്ട് ഒരു മൂലക്കിൽ കൈകാലുകൾ ബന്ധിപ്പിച്ച രീതിയിൽ, വായക്ക് പ്ലാസ്റ്റർ ഇട്ട രീതിയിൽ ഒരു പെണ്ണ് അതാ അവിടെ കിടന്നുറങ്ങുന്നു. ഇതെന്താ ഇവിടെ? ഇതെന്താ ഇവിടെ? ഇതാരാണ്? സാറേ വേണ്ട, മുണ്ടുണ്ട്, അങ്ങോട്ട് പോരി. എന്താ ഇതെന്താണെന്ന് ഇപ്പം അറിയണം ഇവിടെ. ഇതെന്താ ഈ കുട്ടി എന്താ ഇവിടെ കിടക്കുന്നത്? സാറേ സുഖമില്ലാത്ത കുട്ടിയാണ്. സുഖമില്ലാത്ത കുട്ടിയോ? എന്താ അസുഖം? ഓൾക്ക് മാനസികമായിട്ട് സുഖമില്ലാത്ത കുട്ടിയാണ് സാറേ. തുറക്കണ്ടട്ടോ. അയ്യോ, ഉണർത്തണ്ട. ഉണർന്നാൽ പിന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാനും എൻ്റെ മോളും മാത്രം ഇവിടെ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എങ്ങനെ? സാറേ അത് ഞാൻ പറഞ്ഞു തരാം. അതായത് അവള് ഒച്ചപ്പാട്, അതാണ് ഇക്കാരം ആൾക്കാർ പരാതി കൊടുത്ത്. വല്ലാത്തൊരു മനുഷ്യന്മാർ തന്നെ. സുഖമില്ലാത്ത ആ കുട്ടിനെ കൊണ്ടാണ് ഇങ്ങനെ പരാതി കൊടുത്തേക്കണ് അല്ലേ സാറേ? തീരെ വയ്യേനും. ഇപ്പോൾ ഒന്നും കൊണ്ട് മാറിയിട്ടേ ഉള്ളൂ. ഓഹോ, അപ്പോൾ എന്തിനെ കൈകാലുകൾ ബന്ധിച്ച് വായ പൂട്ടിയിട്ടത്? ഓടണ് സാറേ, എല്ലായിടത്തേക്കും ഓടല്ലേ. ഓടിയിട്ട് ഇങ്ങോട്ട് മലക്കം മറിയണം അവള്. അതുമല്ല എല്ലാവരും ഉപദ്രവിക്കും ചെയ്യാം. ഞാൻ ഓല പെറ്റ തള്ളണ് സാറേ. ഇങ്ങോട്ട് പോലെ ഇന്നെ ഉപദ്രവിക്കുക, എൻ്റെ പിന്നാലെ മണ്ടുക, അതേ ആൾക്കാർ ഒച്ചപ്പാടെന്ന് കരുതി പറഞ്ഞുകാണ്ട് കേസ് കൊടുത്തത്. വല്ലാത്തൊരു ജന്തുക്കൾ തന്നെയാണ്. സുഖമില്ലാത്തൊരു കുട്ടി ഉണ്ട് എന്നുള്ള ചിന്ത പോലും ഇല്ല. അല്ല ഇതെന്ത് ഇങ്ങനെ ഉറങ്ങുന്നത്? എപ്പോൾ ഉറക്കം തുടങ്ങിയതാ? സാറേ ഗുളിക കൊടുത്തതാണ്. ഗുളികയോ? ഏത് ഗുളിക? ശരിക്കും പോലീസുകാർക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നി. എന്നാൽ ഹസീന അതാ വാങ്ങിക്കൊണ്ടുവന്ന ഗുളിക, ഉറക്ക് ഗുളിക കലക്കി കൊടുത്തിട്ടുണ്ട്. ശരിക്കും സൗദക്കുള്ള ആ ഒരു വെള്ളത്തിൽ. ഇന്നടി ഇത് കുടിക്ക് എന്ന് പറഞ്ഞ് കുടിപ്പിച്ചതായിരുന്നു. എന്നാൽ അതൊന്നും അവർ പറഞ്ഞില്ല സാറേ. പെട്ടെന്ന് തന്നെ കുഞ്ഞിക്കഥ അതാ അവളുടെ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം എടുത്തു കൊണ്ടുവരുന്നു. പോലീസുകൾ ശരിക്കും ഞെട്ടിപ്പോയി. ആഹാ, ഇതിപ്പോൾ ഈ പേഷ്യൻ്റ് ആദ്യമായിട്ട് വലിയ ഇതൊന്നുമില്ലല്ലോ. അതെ സാറേ, ഭ്രാന്താശുപത്രിയിൽ നിന്ന് പോന്നതല്ലേ. അപ്പം പിന്നെ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഇല്ലാതിരിക്കുമോ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലല്ലേ അയൽവാസികളുടെ കാര്യം. ഈ സുഖമില്ലാത്ത കുട്ടി പെരാൾ കൂടെ ഓടുകയാണ്. അത് മാത്രമല്ല ഈ ഒരു ബംഗ്ലാവിൻ്റെ ചുറ്റുഭാഗത്തും കിടന്നോടും. ഇന്നെ കുറേ കാട്ടാൻ വൈത്തല മണ്ടു, ഇവളെ കാട്ടാൻ മണ്ടു. അങ്ങനെയൊക്കെയാണ് സാറേ. എന്താ ഇപ്പം ചെയ്യുക നമ്മളെ കുട്ടികളെ ഓരോ സ്ഥിതി. അല്ല അവരുടെ ഒന്ന് വിളിച്ചു നോക്ക്. എന്നാൽ കൂടെയുണ്ടായിരുന്ന ആ ഒരു ലേഡി പോലീസ്, വനിതാ പോലീസ്, ഏയ് കുട്ടി, കുട്ടി എന്താ ഇങ്ങനെ കിടക്കുന്നത്? കൈകാലുകൾ എന്താ ബന്ധിപ്പിച്ചിരിക്കുന്നത്? അവൾക്ക് ഒന്നും തന്നെ മിണ്ടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രക്കും ഡോസ് കൂടിയ ഗുളികയായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട് അനിയത്തി വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തത്. അത് സ്വത്തും മുതലും ഒറ്റയ്ക്ക് കൈക്കലാക്കുവാൻ വേണ്ടി അവൾ തൻ്റെ ഭർത്താവിൻ്റെ സ്വത്തും സമ്പത്തും അതൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ആണ് ഇങ്ങനെ ഒരു ഐഡിയ അവർക്ക് തോന്നിയത്. സാറേ നിങ്ങളതിനെ ഉണത്തല്ലേ? ഉണന്ന ഞങ്ങൾക്കൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ പോലീസുകാർ പെട്ടെന്ന് അതാ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത്. എന്നാൽ വനിതാ പോലീസ്, അല്ല സാറേ, ഈ കുട്ടിയുടെ മൊഴി എടുത്തിട്ട് നമുക്ക് പോയാൽ പോരെ, എന്താ ഏതാ അറിയില്ലല്ലോ. അതെ, ഈ ലിസ്റ്റ് കണ്ടല്ലോ, തെളിവുണ്ട്. തെളിവ് ഇത് കാണിച്ചു തന്നുകൊണ്ട് നമുക്ക് ഇനി ഒന്നും പറയാൻ പറ്റില്ല.
കാരണം തെളിവില്ലാത്ത പക്ഷമാണെങ്കിൽ നമുക്ക് ഇവരെ എല്ലാം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകണമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഭ്രാന്തി കുട്ടിയാണെന്നുള്ള ഒരു തെളിവ് ഇവിടെ വന്ന സ്ഥിതിക്ക് അത് നമുക്ക് ഇനി അത് ഒന്നും തെളിവ് കാണിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പൊന്നു സാറേ ഇരിക്കിങ്ങളേ, ഇരുന്നിട്ട് പോകാം. ഞാൻ നിങ്ങൾ സൽക്കാരത്തിനും ഇതിനൊന്നും വന്നതല്ല, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടിട്ട് വന്നാണ്. എന്നാലും സാറേ ഇരുന്നിട്ട് പോകാം, കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാം. ഏതായാലും ഇവിടറ്റം വന്നതല്ലേ. പൊന്നാര സാറേ ഞങ്ങൾ ഇടങ്ങാറയിക്കണേ. ഈ ഒരു പമ്പർന്നോളെ കൊണ്ട് എൻ്റെ മോളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടെന്താ സാറേ നിങ്ങൾക്ക് കേൾക്കണോ? കുട്ടി ഉണ്ട്, കൊച്ചുണ്ടെന്നോ? ആ, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണില്ല, കുട്ടീനെ നോക്കണില്ല, ഇവിടെ വന്ന് നിൽക്കുക, ഇവിടെ വന്ന് എല്ലാവരും ഉപദ്രവിക്കുക. ഓഹോ, എന്ത് ഭർത്താവിൻ്റെ പേര്? നവാസ് എന്നാണ് ഭർത്താവിൻ്റെ പേര്. ഭർത്താവിൻ്റെ പേര് നവാസൊക്കെ തന്നെയാണ്, നല്ല മനുഷ്യൻ. എന്താ ഇപ്പം ചെയ്യുക, കുട്ടികൾക്ക് ഇങ്ങനെ സൂക്കടായി പ്രസവത്തിൽ പറ്റിയതാണെന്നാണ് തോന്നുന്നത്. പ്രസവത്തിൻ്റെ ശേഷമാണ് ഈ സൂക്കട് തുടങ്ങിയത്. ഏതായാലും പഠിച്ചോൻ കാക്കട്ടെ. സാറേ ഞാൻ നിങ്ങളടുത്ത് ഒന്ന് പരാതി പറയണം വിചാരിച്ച് നിൽക്കേനോ. അതായത് ഈ ഒരു പെൺകുട്ടി ഇപ്പം നീച്ച് കണ്ട് ഉപദ്രവം തുടങ്ങുമോ? എന്താ നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാതെ ഇവിടെ വെച്ച് കൊണ്ടിരിക്കുന്നത്? ഇത്രയധികം ഒരു മാനസിക പേഷ്യൻ്റായിട്ട് നിങ്ങൾ ഇവിടെ വെച്ച് റൂമിൽ പൂട്ടിയിട്ടാണോ വേണ്ടത്? അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കല്ലേ വേണ്ടത്? അല്ലാതെ ഈ രീതിയിൽ ഇങ്ങനെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അത് ഉറക്ക ഗുളിക എന്തൊക്കെ മെഡിസിനെ കൊടുത്തിട്ട് ഇതൊന്നും ശരിയാവില്ല. അത് അഡ്മിറ്റ് ചെയ്യണം. വീട്ടിലൊക്കെ ഇങ്ങനെ പേഷ്യൻറ്റിനെ വെച്ചുകൊണ്ടൊന്ന് ഉപദ്രവിക്കാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കേസാണ്. ഇതൊക്കെ വലിയ കേസായിത്തീരും. നിങ്ങളൊക്കെ ഉള്ളിൽ പോകേണ്ട കേസാണ് ഇതൊക്കെ. ഇങ്ങനെയൊന്നും പാടില്ല. ഒരാൾ ഇങ്ങനെ മാനസിക രോഗി അരിച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. പൊന്ന് സാറേ എന്താ ഉപദ്രവിച്ചത്? ഞങ്ങളൊന്ന് കയ്യും കാലും മയക്കുമരുന്നാണ്ട് ഞങ്ങൾ ആ ഗുളിക ഉറക്ക ഗുളികയാണ് കൊടുത്ത് കയ്യും കാലും കിട്ടി തൊള്ളയും പൂട്ടി അവിടെയാണ് പൂട്ടിയിട്ടു. അതന്നെ, അല്ലെങ്കിലേ ഇതിങ്ങോട്ട് ചോറിൻ്റെ ഒപ്പം ഭക്ഷണം കൊണ്ട് വെച്ചപ്പോൾ വെള്ളം കൊടുത്തതാണ്. അതും കുടിച്ചൊന്നുമില്ല. ഞങ്ങൾ കൊടുത്താലേ കുടിപ്പിച്ച് വെച്ച് അറിയാത്ത രീതിയിൽ എന്നാൽ ഈ വെള്ളം കുടിച്ചാളെ മേലെ എന്ന് പറഞ്ഞു അതിന് ഗുളിക കലക്കീനോ. അതുകൊണ്ട് അവിടെ കിടന്ന് അങ്ങനെ ആയി. മറ്റേത് സാറേ പൊന്ന് സാറേ നമ്മളെ മേത്തേക്ക് എടുക്കണം ഇങ്ങോട്ട്. എൻ്റെ ഓളെ മേത്തേക്ക് എടുക്കുക. എവിടെ എൻ്റെ പൈസ, എവിടെ എൻ്റെ അത് ഇത് നിറഞ്ഞാണ്ട്. സാറേ പിഞ്ച് കുട്ടിയുണ്ട് അവിടെ. ആ ഒരു കുട്ടീനെ ഇട്ട് കാണാൻ നമ്മൾ ഇവിടെ വന്ന് ഈ കാട്ടി കൂട്ടണത്. ആ കുട്ടീൻ്റെ ഒരു ഉത്തരവാദിത്വം പോലും ഇല്ലെങ്കിൽ പിന്നെ ഇപ്പം എന്നിട്ട് ആരാ കുഞ്ഞിൻ്റെ അടുത്ത്? കുഞ്ഞിനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തോളാം, അതൊന്നും കുഴപ്പമില്ല. കുഞ്ഞിനെ ഞങ്ങൾ വേണ്ട രീതിയിൽ അമ്മ തൊട്ടിൽ അങ്ങനെ പലതും ഉണ്ട്. കുഞ്ഞിനെ വേണ്ടാത്തവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഓപ്ഷൻസ് എന്ന് കരുതി കുഞ്ഞുങ്ങളങ്ങനെ ഉപദ്രവിക്കാനൊന്നും പറ്റൂല. എന്തൊക്കെയോ ഒരു ഇതുണ്ടല്ലോ. ഏതായാലും ഞങ്ങളൊന്ന് പോയിട്ട് വരാം. നിങ്ങളുടെ ഈ വീട് ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് കേട്ടോ. അങ്ങനെ അത് പോലീസുകാർ അവിടുന്ന് ഇറങ്ങിപ്പോയി. അല്ല സാറേ, സുഖമില്ലാത്തൊരു പെണ്ണിനെ അങ്ങനെ റൂമിൽ പൂട്ടിയിടാൻ പാടുന്നുണ്ടോ? അതല്ലല്ലേ വേണ്ടത്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നൽകല്ലേ വേണ്ടത്. എത്രയോ ഹോസ്പിറ്റലുണ്ട്, ഇവരെന്തുകൊണ്ടാണ് റൂമിൽ പൂട്ടിയിട്ടത്? അതിനൊരു ക്വസ്റ്റ്യൻ വേണമല്ലോ. നമ്മളിപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ശല്യം കൊണ്ട് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതിനേക്കാളും വലിയൊരു ഇത് മാനസികരവും പിന്നെ ലിസ്റ്റുകൾ കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. മറ്റേത് പല രീതിയിലും വിശ്വസിക്കാൻ പറ്റൂല. എന്തായാലും സാറേ അങ്ങനെ വിട്ടാൽ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ശരിക്കൊന്ന് വന്ന് നോക്കണം, ഇടയ്ക്കിടയ്ക്കൊന്ന് നിരീക്ഷിക്കണം. ഏതൊക്കെ അറിയണമല്ലോ. ആരെ ഭാഗത്തെ തെറ്റ്, എന്താണ് സംഭവിച്ചത്, അതൊക്കെ ഒന്ന് അറിയണമല്ലോ. അല്ലാതെ ശരിയാവില്ല. അതെ, തീർച്ചയായും. ശരിക്കും പോലീസ് അതാ ആ വീട് നിരീക്ഷണത്തിലാക്കി അവർ അവിടെ നിന്ന് പോയി. എന്നാൽ ഈ സമയം അതാ മുഹ്സിൻ തങ്ങളുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞ് പൂർണ്ണമായും സുഖമായി. അതെ, അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. എന്നാൽ ഷമ്മാസിനും അത് വല്ലാത്തൊരു സന്തോഷമായി. മുഹ്സിൻ തങ്ങൾ പറഞ്ഞു, പൊന്നു മോനെ, എന്തായാലും ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് വിധിച്ചത് നമുക്ക് ലഭിക്കും. പിന്നെയെന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്ന് വെച്ചാൽ പല രീതിയിലും നമ്മളെ മനുഷ്യന്മാർ ഉപദ്രവിക്കും. മനുഷ്യന്മാർ ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ അതൊരുപാട് നമുക്ക് ടെൻഷൻ ഉണ്ടാവുകയും ചെയ്യും. പല അസുഖങ്ങൾ അങ്ങനെയൊക്കെ വരും. കാരണം മനുഷ്യന്മാർ ചില്ലറക്കാരല്ല, പല തെറ്റുകളും ചെയ്യുന്നവരായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും കരുതലെന്താ? അള്ളാഹു ഇറക്കിയ ഖുർആനിലെ ആ ഒരു വാക്യങ്ങൾ ഔദു ബിറബ്ബിൽ ഫലഖ്, അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക. പിന്നെ എന്തൊക്കെ തന്നെയാലും രാവിലെ ആണെങ്കിലും വൈകുന്നേരമൊക്കെ ആണെങ്കിലും ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് അത് ചൊല്ലുക മാക്സിമം. അള്ളാഹു സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അള്ളാഹു സൃഷ്ടിച്ചതാണല്ലോ മനുഷ്യരെയൊക്കെ.
മനുഷ്യരും പലരും എല്ലാവരും അങ്ങനെ ചെയ്യണമല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ തൊട്ട് കാവലിനെ തേടുക എന്നുള്ളതാണ്. അപ്പോൾ മോനെ ഇപ്പോൾ ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാ ഒക്കെ റെഡി ആവട്ടോ. മനസ്സിൽ ആഗ്രഹിച്ചതും എന്താ. എന്നാൽ അത് കേട്ടപ്പോൾ അതാ നമ്മുടെ കുഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഉസ്താദേ അത് അത് ബുദ്ധിമുട്ടാണെങ്കിൽ അതൊന്നും ആര് പറഞ്ഞു? ചിലത് പഠിച്ചോ നമുക്ക് വിധിച്ചതായിരിക്കും. അതെ, നമുക്ക് കിട്ടാൻ വിചാരിച്ചത് നമുക്ക് വിധിച്ചതാണെങ്കിലേ 4-ാം മാസത്തെ തന്നെ പഠിച്ചവനൊക്കെ നമ്മളുടെ കൂടെ പഠിച്ചിട്ടുണ്ടാവും, ഒക്കെ വിധിച്ചിട്ടുണ്ടാവും. ഇനി അതിലൊരു മാറ്റമില്ലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇൻഷാ അല്ലാ എല്ലാം റെഡി ആവട്ടോ. വിഷമിക്കണ്ട കേട്ടോ. എന്താ അത് സ്വാഭാവികമല്ലടാ. ഈ പ്രായത്തിലൊക്കെ ആകുമ്പോഴേ ഏതെങ്കിലും ഒരു പെണ്ണിനൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇഷ്ടം തോന്നും. അത് ഹോർമോണിൻ്റെ ഓരോ വ്യതിയാനങ്ങളാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് നിനക്ക് എന്തായാലും നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വേണം, അത് ഓട്ടോമാറ്റിക്കലി തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം അത്രക്കും മോശമാണെന്നല്ല. അതെ, നീ വിവാഹം കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു, നിനക്ക് അതിനുള്ള പക്വത എത്തി, അതിനുള്ള ശേഷി അള്ളാഹു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാലും നീ മറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ, അത് ഹലാലായ രീതിയല്ലേ ചിന്തിച്ചിട്ടുള്ളൂ. തങ്ങളെ സത്യമായിട്ടും ഞാൻ ആഗ്രഹിച്ചത് പഠിച്ചോനെ എനിക്കുള്ള ഭാര്യയായി കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. അത് ശരിയാണല്ലോ. അത് പ്രേമിച്ച് നടക്കുക, ലെറ്റർ കൊടുക്കുക, മെസ്സേജ് അയക്കുക, വോയിസ് അയക്കുക, ഫോൺ വിളിക്കുക, അങ്ങനെ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ ചെയ്തത്. നീ ചിന്തിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. അതെ, ഹലാലായ ഭാര്യയായി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക. അപ്പോഴേക്കും അവിടെ വേറെ പണിയൊക്കെ നടന്നെന്നർത്ഥം. എന്തായാലും സാരല്ല, പടച്ച റബ്ബ് എല്ലാം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞല്ലേ. ഏതായാലും ഷമ്മാസിൻ്റെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് അൽഹംദുലില്ലാ എല്ലാം റാഹത്തായി. പടച്ചോണ്ടല്ലേ നമ്മളുടെ കൂടെ. നമ്മൾ അള്ളാഹു പറഞ്ഞതനുസരിച്ച് നടന്നാൽ നമുക്കൊന്നും ഏൽക്കൂല. പടച്ച റബ്ബ് കാക്കട്ടെ. അള്ളാഹു അല്ലേ നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. അള്ളാഹ്. മുഹ്സിൻ തങ്ങൾ അവനെ ആശ്വസിപ്പിച്ചു. തങ്ങളെ മോൻ വിഷമിക്കണ്ട. ഇപ്പോൾ കണ്ടില്ലേ, മോൻ്റെ പഴയ മുഖം തെളിഞ്ഞു വന്നു, മുഖത്തെ പുഞ്ചിരി വിടർന്നു, നുണക്കുഴികൾ വിടർന്നു. അതാ നിൻ്റെ ആ ചുവന്ന ചുണ്ടുകൾ ഒന്നുകൂടെ മനോഹരമായി. മാഷാ അല്ലാ. ശരിക്കും കുഞ്ഞുവിനെ തങ്ങൾക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. പൊന്നു മോനെ, നീ സുന്ദരനാട്ടോ. ഇതുപോലൊരു സുന്ദരി പെണ്ണും നിനക്ക് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കട്ടെ, എല്ലാം റാഹത്തായിട്ട്. നിക്കാഹിന് വിളിക്കണം കേട്ടോ മോനെ. അവൻ്റെ ചെവിയിൽ അതാ തങ്ങൾ സ്വകാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം ഒന്ന് പിടച്ചുപോയി. തങ്ങളെ എന്താടാ, ഇൻഷാ അല്ലാ ഒക്കെ നടക്കുവേ കേട്ടോ, റാഹത്തല്ലേ. അങ്ങനെ അവൻ്റെ പുറത്ത് തട്ടിയിട്ട് അതാ മുഹ്സിൻ തങ്ങൾ ആശ്വസിപ്പിച്ചു. പുത്തൻ വീട് തറവാട്ടിലെ എല്ലാവരും അതാ പോവുകയാണ്. എന്നാലും ഈ സമയം നമ്മുടെ മിസിരിക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം തൻ്റെ കാരണം കൊണ്ട് കുഞ്ഞുവിന് ഇങ്ങനെ പറ്റി. വാഫി ഉസ്താദ് പോകാനും നിൽക്കുകയാണ്. അന്ന് പിന്നെ തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നു. എന്നാൽ പിറ്റേന്ന് അത് അവരെല്ലാവരും പോവുകയാണ്. വാഫി ഉസ്താദ് ജോലി സ്ഥലത്തേക്കും പോകുമ്പോൾ മിസ്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇക്കാക്ക സൂക്ഷിക്കണം കേട്ടോ, എനിക്ക് പേടിയാണ്. നീ കരയല്ലേ മുത്തേ, ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്ക പോവുകയാണെന്നറിഞ്ഞപ്പോൾ ശരിക്കും അത് അവൾ വിതുമ്പിക്കരഞ്ഞു. അവൻ അവളെ ആശ്വസിപ്പിച്ചു. പൊന്നുമോളെ, ഇക്കാക്ക് ഡ്യൂട്ടി ഉണ്ട് പെണ്ണേ, എന്നാലും നിന്നെ സംരക്ഷിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഇക്കാക്ക എനിക്കതൊന്നുമല്ല. എന്താടി എൻ്റെ പെണ്ണെന്താ പറയുന്നത്? എൻ്റെ ഇക്കാക്കാക്ക് വല്ല ഉപദ്രവവും ഏൽക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എനിക്ക് സമാധാനമില്ല ഇക്കാക്ക. എല്ലാം എനിക്കിപ്പോൾ ആ പ്രിൻസിപ്പാൾ ഇക്കാക്ക ഇനിയും വിളിക്കുമോ? വിളിച്ചാലെന്താ? അതിനെന്താ പെണ്ണേ, ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്കെൻ്റെ പെങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. ഇക്ക ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞല്ലോ. ഇനി അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാനതിൽ നിന്ന് കൊടുത്തോളാം. ഇക്കാക്ക എന്താ പെണ്ണെ നീ പറയുന്നത്? നീ നിന്ന് കൊടുക്കുക, നിനക്ക് ഇഷ്ടമില്ലാതെ. അതേ ഇക്കാക്ക, ഞാൻ നിന്ന് കൊടുത്തോളാം. എന്താ പെണ്ണെ നീ പറയുന്നത്? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. അതെ, എൻ്റെ ഇക്കാക്കാക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇപ്പോൾ കണ്ടില്ല കുഞ്ഞുവിന് പറ്റിയത്. മോള് വിഷമിക്കല്ലേ, മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, ഇക്കാക്ക പോയിട്ട് വരാം. എന്നാൽ ഐഷുമ്മ അത് കാണുന്നു.
അതെ, അവർ രണ്ടുപേരും കരയുന്നത്. എന്നാൽ ഐഷുമ്മ പെട്ടെന്ന് അതാ അവളുടെ പിന്നിലൂടെ ചെന്ന്, മോളെ എന്താ മോളെ കരയുന്നത് ഉമ്മ? എന്നാൽ ഈ സമയം വാഫി ഉസ്താദ് അവളാകെ പേടിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ആയപ്പോഴേ അവൾക്ക് നല്ല രീതിയിൽ ഭയമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ഉമ്മ എനിക്ക് പേടിയാവുന്നു. എന്താ മോളെ, ഒരു പേടിയും പേടിക്കണ്ട. ഏതായാലും മുഹ്സിൻ തങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? നമ്മളെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്തും പടച്ച റബ്ബിനോട് പറഞ്ഞ് റെഡിയാക്കി തരും. അവരൊക്കെ എന്ന് വെച്ചാൽ സോലിഹായ നല്ല അഹിൽബൈത്തിലെ തങ്ങന്മാരൊക്കെ അല്ലേ. പിന്നെന്ന് വെച്ചാൽ മോളുടെ ആങ്ങളൊക്കെ ഉസ്താദ് തന്നെ അല്ലേ. അവരൊക്കെ നല്ല പ്രവൃത്തി ചെയ്യുന്നവരല്ലേ. ഉമ്മ എനിക്ക് ഭയം തോന്നുന്നു എൻ്റെ ഇക്കാക്കെ ഇനി. എന്നാൽ അവൾ പറഞ്ഞു, ഉമ്മ എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് ഞാൻ തയ്യാറാണ്. എന്താ മോളെ ഈ പറയണത്? അതെ ഉമ്മ, എനിക്ക് പേടിയാണ്. എനിക്ക് എൻ്റെ ഇക്കാക്കയും എൻ്റെ കുടുംബത്തെയും നിങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്ന് പേടിയാണ്. മോളെ ഒരു പേടിയും പേടിക്കണ്ട. പഠിച്ചവനേക്കാളും വലുതല്ലല്ലോ ആരും. ഓൽക്ക് ദുനിയാവിലല്ലേ ഓൽക്ക് കളിക്കാൻ പറ്റുള്ളൂ. ദുനിയാവത്തെ കളി കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ. ആഹ്റത്തേക്ക് ഉള്ളതൊന്നും ഓലടുത്ത് ഉണ്ടാവില്ല. ഇവിടെ അല്ലേ നമ്മൾ തോൽപ്പിക്കുള്ളൂ. പഠിച്ചവൻ്റെ അടുത്ത് അവിടെ തോൽപ്പിക്കൂല. പഠിച്ചവനേക്കാളും മേലെ ഒരാളില്ല. പഠിച്ച റബ്ബുണ്ട്. ഓലൊക്കെ പഠിച്ച് അങ്ങനത്തെവർക്കൊക്കെ പഠിച്ചവന് ശിക്ഷ കരുതിയിട്ടുണ്ടാവും. എന്താന്നില്ല, ഒരാളെ പേടിച്ച് ഇവിടെ ജീവിക്കാനൊന്നും ആവില്ല. ഐഷുമ്മ അല്പം ധൈര്യത്തോടെയാണ് അത് പറഞ്ഞത്. ഉമ്മ എൻ്റെ പെങ്ങളെ ഞാൻ പൊന്നു മോനെ, മോൻ പേടിക്കണ്ട. മോൻ പൊയ്ക്കോ. മോനിഞ്ഞ് ബാങ്ക് കൊടുക്കാൻ ലേറ്റ് ആകുകയാണെങ്കിൽ മോൻ പൊയ്ക്കോ. എന്തായാലും പൊന്നു മോൾക്ക് ഒരു ഉപദ്രവവും പറ്റൂല. ഈ നോക്കിക്കോ, ഞാൻ നോക്കിക്കൊണ്ട് ഓളെ എൻ്റെ മോളെ പോലെ, അതായത് എൻ്റെ ഷാമോൻക്കൊരു ചെറിയ പെങ്ങളുള്ള പോലെ കരുതുള്ളൂ ഞാൻ. വേറെ ഒന്നും മോൻ വിചാരിക്കേണ്ട, വിഷമിക്കണ്ട. ധൈര്യമായിട്ട് പോയിക്കോ. അതെ, ഐഷുമ്മ അവളെ ചേർത്ത് പിടിച്ചു. ഐഷുമ്മയുടെ നെഞ്ചിലേക്ക് മുഖമുയർത്തി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ മോള് വിഷമിക്കണ്ട കേട്ടോ. മോൻ ധൈര്യമായിട്ട് പോയിക്കോ. മിസ്രി എന്നാൽ ഞാനങ്ങോട്ട്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം ഇക്ക. ഇനി കരയണ്ട. മോൻ പൊയ്ക്കോട്ടെ. മോൻ റാഹത്തോടു കൂടി പോട്ടെ. ഏതായാലും വലിയൊരു ദുരിതം ഒഴിവായി കിട്ടിയല്ലോ. മോനെ കുഞ്ഞു. എന്നാൽ അതെല്ലാം കണ്ട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ശരിക്കും കുഞ്ഞുവിനെ മിസ്സിരി കരയുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. എന്നാൽ അവൻ എങ്ങനെയെങ്കിലും അവളെ ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് പേടിയാണ് ഇപ്പോൾ ഞാൻ അടുക്കുന്നത് അവളുടെ അടുത്തേക്ക്. എന്നാൽ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ ഒന്ന്, മിസ്സിരി എന്തിനാ കരയുന്നത് എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവനത് പറഞ്ഞില്ല. അവനത് മനസ്സിൽ വെച്ചു. അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. പഠിച്ചോനെ റബ്ബേ, അല്ലാ അവൾക്കൊന്നും ഉണ്ടാവരുതേ. അല്ലാ എൻ്റേത് ഏതേലും ഓക്കെ ആയി, അവൾക്കൊന്നും സംഭവിക്കരുതേ. എന്നാൽ ഈ സമയം അതാ മിസ്സിരിയോട് അവൾക്ക് എന്തൊക്കെയോ പറയണമെന്ന് തോന്നി. എന്നാൽ ഐഷുമ്മയെ വിളിച്ചു അവൻ. ഐഷുമ്മ. എന്താ മോനെ? ഉമ്മ അവൾ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല, അതവളുടെ ഇക്കാക്ക പോയിട്ട് ഇനി ഓൻ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണ്. പിന്നെ മോനെ ഓള് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തോ ഉമ്മ? ഓള് പറയണത് ആർക്കും ഒരു ഉപദ്രവം വരരുത്, ഞാൻ എന്തിനും തയ്യാറാണെന്നാണ്. ശരിക്കും അത് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം ഒന്ന് പിടച്ചു. അതെ, അത് ആ പ്രിൻസിപ്പാളുമായുള്ള ആ ഒരു വിവാഹത്തിന് അവൾ തയ്യാറാകും എന്നാണോ പറയുന്നതിൻ്റെ അർത്ഥം? അവൻ മനസ്സിൽ ഊഹിച്ചു. എങ്കിലും അവളോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നി. മോനെ എടാ, എന്തെങ്കിലും ഓളോട് പറയാനുണ്ടോ? എനിക്ക് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? അത് ഇല്ലുമ്മ. അല്ല, സംസാരിക്കണമെന്ന് സംസാരിച്ചോ. മുഹ്സിൻ തങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. ആദ്യത്തെ ഒരു പെണ്ണുകാണലാക്കിയാണ് നടക്കുക. ഉമ്മ അത് അവൾക്ക്, എനിക്കൊന്നുമില്ല, അവൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ആവോ? എന്നാൽ ഐഷമ്മ പറഞ്ഞു, പൊന്നു മക്കളെ എന്നാൽ എന്തെങ്കിലും പറയാണ്ട് ഇവിടുന്ന് പറഞ്ഞോളൂ. ഇനിയിപ്പോൾ ഏതൊക്കെയൊന്നും പറയാൻ പറ്റൂലല്ലോ. എന്നാൽ അതാ മിസ്സിരിയെ ഉമ്മ വിളിക്കുന്നു. മോളെ മിസ്സിരി, ഇങ്ങോട്ട് വന്നാ. എന്തോ ഉമ്മ? അതെ, മോൻക്ക് നിന്നോട് എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. ആർക്ക്? അല്ലേ കുഞ്ഞൂനെ. എന്ത് പറയാൻ? വേണ്ടുമ്മ, അവർ ജീവിച്ചോട്ടെ ഉമ്മ. ഒരിക്കലും അവർ ജീവിക്കാൻ ഉമ്മ വേണ്ട. ജീവിച്ചു പോയിക്കോട്ടെ. പാവമാണോനെ, പാവം മോനാണ്.
എൻ്റെ കാരണം കൊണ്ട് അവനക്കൊരു ഉപദ്രവവും ഉണ്ടാവരുത്. എന്താ മോളീ പറയുന്നത്? അതെ ഉമ്മ, ഞാനിനി ഒരിക്കലും അവനെ കാണാൻ ശ്രമിക്കുന്നില്ല. ഇനി ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. കാരണം എനിക്കറിയില്ല, ഞാനും എൻ്റെ ഹിജാബ് താഴ്ത്തിയിട്ട് എൻ്റെ ഹിജാബ് ഊരി വെച്ച ആ ഒരു സമയത്ത് അവൻ്റെ മുഖത്തേക്ക് ഞാനും അറിയാതെ അങ്ങ് നോക്കി. ഞങ്ങളുടെ രണ്ടുപേരുടെയും നോട്ടങ്ങൾ തമ്മിലിടഞ്ഞു. സത്യമായിട്ടും ഞാൻ അങ്ങനെ എൻ്റെ മുഖം ആരെയും കാണിച്ചിട്ടില്ലായിരുന്നു. എന്ത് ചെയ്യാൻ, അതായിപ്പോയി വിധി. അങ്ങനെ അങ്ങ് സംഭവിച്ചു. എന്തപ്പം ചെയ്യാം? അങ്ങനെ ഒരു ഇഷ്ടം അപ്പം തോന്നിയതായിരിക്കും. എനിക്കും അങ്ങനെ തന്നെ. സാരല്ല, അതൊക്കെ മറക്കാം. മോൾ എന്ത് പറയുന്നത്? ഉമ്മ, ഇനി ഇക്കാക്കയോട് പറഞ്ഞ വിവാഹം നടന്നില്ലെങ്കിൽ അവരിഞ്ഞും ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. എന്നാലും ഓൻ എന്തോ സംസാരിക്കാണ്ട് ഒന്ന് ചെന്നാളി. അങ്ങനെ ഏതാ മിസിരിയെ ഉമ്മ ആയുഷുമ്മ കൊണ്ടുപോകുന്നു ആ റൂമിനടുത്തേക്ക്. എടാ മോനെ, ഇവിടെ വന്നാ. എന്തോ ഉമ്മ? അല്ല, നിങ്ങൾക്ക് എന്തോ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞത്. ആ റൂമിൽ നിന്നൊന്ന് സംസാരിച്ചോളി. എന്തെങ്കിലും അങ്ങോട്ട് സംസാരിക്കാണ്ടെങ്കിൽ ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ മനസ്സിലുള്ളതൊക്കെയാണ് പറഞ്ഞോളി. നിങ്ങളിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും പഠിച്ചോൻ്റെ അനുഗ്രഹം ഉണ്ട്, നമുക്ക് റാഹത്തോടു കൂടെയൊക്കെ നടത്തണം. ഏതായാലും എൻ്റെ ഇക്കാക്കയും പറഞ്ഞത് തന്നെയല്ലേ ഇത്, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയതാ അവർ രണ്ടുപേരും ആ റൂമിൽ. എന്നാൽ മിസിരി മൗനം പാലിച്ചു. മിസിരി, ശരിക്കും അതാ ഞാൻ നിന്നോട് മാപ്പ് പറയാണ്. ബുദ്ധിമുട്ടായില്ലേ? എനിക്കോ ബുദ്ധിമുട്ടെല്ലാം കുഞ്ഞൂനല്ല വന്നത്. എൻ്റെ കാരണം കൊണ്ട് കുഞ്ഞു, ഞാൻ ഒരു പറയട്ടെ. എന്താടേ? അതെ, ഞാൻ ഇതിൽ നിന്ന് പിന്മാറാണ്. എനിക്ക് കുഞ്ഞുവിനെ ഉപദ്രവിക്കുന്നതും ബുദ്ധിമുട്ടാക്കുന്നതും ഇഷ്ടമല്ല. എനിക്ക് കുഞ്ഞുവിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. കുഞ്ഞ് എപ്പോഴും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കണം. അതെനിക്ക് കാണണം. ഒരു പക്ഷേ എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുവിനൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കേണ്ടി വരും ഓരോന്ന് വന്നിട്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ മിസ്രിയ അത് പറയുമ്പോൾ ശരിക്കും അതാ കുഞ്ഞു ഞെട്ടിത്തെറിച്ചു. മിസ്രി, നീ എന്താ പെണ്ണെ പറഞ്ഞത്? അതെ, ഇതൊരിക്കലും നടക്കില്ല. കാരണം നടന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല. അയാൾ വെറുതെ വിടൂല. അതെ, എന്നെ കാണാൻ പലതവണ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്കറിയാം അയാളെ. മിസ്രി, നീ എന്താ അങ്ങനെ പറയല്ല പൊന്നെ. ഞാൻ ആഗ്രഹിച്ചു പോയി. ഇനി നമുക്കങ്ങ് ഒരുമിച്ചൂടെ? എൻ്റെ കുഞ്ഞു, എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും. എനിക്ക് ഭയമാണത്. ഇല്ല, ഞാൻ പറയട്ടെ മിസ്രി, ഞാൻ മരിച്ചാലും എനിക്ക് നിന്നെ വേണം. അതെ, നിൻ്റെ കൂടെ എനിക്ക് ദുനിയാവിലൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. അതല്ലാതെ ഒരു പെണ്ണിനെ പോലും ഞാൻ എൻ്റെ മനസ്സിലേക്ക് എനിക്ക് കടന്നു വന്നിട്ടില്ല. മിസ്രി, നീ എന്നെ വിട്ട് പോരുത് പ്ലീസ്. നിനക്ക് വേണ്ടി ഞാൻ എന്തും തരും. എന്താ, എന്നെ ഇഷ്ടമല്ലേ എൻ്റെ പെണ്ണിനെ? ശരിക്കും മിശ്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കുഞ്ഞു, നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നീ ജീവിച്ച് കാണുന്നത് എനിക്ക് കാണണം കണ്ണിറിയെ. പക്ഷെ നിനക്ക് എന്തെങ്കിലും പറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല കുഞ്ഞു. എന്നെ കല്യാണം കഴിച്ചാൽ തീർച്ചയായും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എനിക്ക് പേടിയാണ് കുഞ്ഞു. ആര് പറഞ്ഞു സംഭവിക്കുന്നു? എൻ്റെ കുട്ടി ആരെയാണ് ഭയപ്പെടുന്നത്? ആ പ്രിൻസിപ്പാളെ. എന്നെ വെറുതെ വിടില്ല, എൻ്റെ പിന്നാലെ വരും, എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല. ആഹാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവനൊന്ന് കാണണമല്ലോ. ആഹാ, വേണ്ട, അവരൊന്നിനും മടിക്കാത്തതാണ്. പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ലെന്നാണല്ലോ. പൂത്ത പണമാണ് അവർക്ക്. അത്രക്കും അവരെക്കാളും വലിയൊരാളില്ലാത്ത രീതിയിൽ അങ്ങനെയാണ്. വിചാരിച്ചതാണ്. എനിക്കറിയില്ല, എനിക്ക് പേടിയാണ്. എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. എനിക്ക് വിവാഹം നടന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം. പക്ഷേ കുഞ്ഞുമായുള്ള വിവാഹ ജീവിതത്തിന് അവർ സമ്മതിക്കില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. അതെ, അവൾ വിതുമ്പിക്കരഞ്ഞു. ശരിക്കും അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന ആ ഒരു കണ്ണുനീർ അവൻക്കൊന്ന് തോർത്തി കൊടുക്കണം. അവളെ ഒന്ന് നെഞ്ചോട് ചേർക്കണം. ഉമ്മയും ബാപ്പയും ഇല്ലാത്ത കുട്ടിയാണല്ലോ റബ്ബേ.
അതെ, ഇക്കാക്കയും പോയി. അവൾക്ക് ആരുണ്ട് ഞാനല്ലാതെ? മിസിരി, കരയല്ലേ പെണ്ണേ. നീ എൻ്റെതല്ലേ. നിന്റെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകാൻ പാടില്ല. അതെ, അതെനിക്ക് ഇഷ്ടമല്ല. ശരിക്കും അവൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അതാ നമ്മുടെ മിസിരിയുടെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം. അതെ, തനിക്ക് ആരൊക്കെയോ ഉള്ള പോലെ അവൾക്ക് തോന്നിപ്പോയി. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.